ഇടയശ്രേഷ്ഠൻ, ദ ഗുഡ് ഷെപ്പേർഡ്. ഇടയശ്രേഷ്ഠൻ എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ യേശുവാണ്. അതിൽ നിന്ന് വ്യതിചലിക്കല്ല. എൻ്റെ ഇടയൻ ആരാണെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ പോലും നമ്മൾ പറയണം, എൻ്റെ ഇടയൻ എൻ്റെ ദൈവമാണ്, എൻ്റെ യേശുവാണ്. 23 യഹോവ എൻ്റെ ഇടയൻ എന്നാണ് പറയുന്നത്. നല്ല ഇടയനെക്കുറിച്ച് പരിചയമുള്ളവർക്ക് ഇടയനെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം, ഒരാടും ഇടയനുമായിട്ടുള്ള ബന്ധം ദിനം പ്രതി പുതുക്കിക്കൊണ്ടിരിക്കണം. അവൻ്റെ അടുക്കൽ നിന്നാൽ ഏറ്റവും നല്ലതായ പുല്ലുള്ള സ്ഥലത്തേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 23 എടുക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാന്ന്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ കണ്ട പച്ച പുൽപ്പുറത്തേക്ക് അവൻ കൊണ്ടുപോകും. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ നടത്തുന്നു. അപ്പം നമുക്ക് സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുമ്പം ജീവിതത്തിൽ ഒരു സ്വസ്ഥമായ ഒരു മനസ്സ്, ഒരു സ്ഥിരതയുള്ള ഒരു ആത്മാവ്. സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് ചഞ്ചലിപ്പില്ല. അങ്ങനെ എത്ര പേർക്കുണ്ട്? ഈ മിക്ക ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ മനസ്സിൻ്റെ നമുക്ക് താങ്ങാൻ വയ്യാത്തതായ ഭാരങ്ങൾ വരുമ്പം ഇറ്റ് ഹാസ് സം റിപ്പർക്കഷൻ. അത് എവിടെയെങ്കിലും ചെന്ന് അത് ചെന്ന് പതിയും. നമ്മളെ ഇതൊന്നും വഹിക്കാനല്ല ദൈവം സൃഷ്ടിച്ചത്. പ്രാക്കളെ പോലെ പറക്കേണ്ട നമ്മൾ പാപത്തിന് അടിമയായിട്ട് ഈ പാപഭാരം കൊണ്ട് നമുക്ക് ജീവിച്ച് പറക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇടയശ്രേഷ്ഠൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഈ 80-ാം സങ്കീർത്തനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ്, അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. 80-ൽ ഇങ്ങനെയാണ്, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തിയവനായി ഇസ്രായേലിൻ്റെ ഇടയന്. അപ്പം ഒരാട്ടിൻകൂട്ടത്തെ എങ്ങനെ നടത്തണമെന്ന് ഇടയന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ജോസഫിൻ്റെ അവസാന കാലമായപ്പോഴത്തേക്ക് ജോസഫിൻ്റെ അപ്പന് വേറെ അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടി 70ഓളം പേരാണ് ഇസ്രായേലിൽ നിന്ന് മിസ്രൈമിൽ വന്ന് ഈജിപ്തിൽ വന്ന് താമസിക്കുന്നു. പിന്നെ അവർ പെറ്റുപെരുകി ദേശത്തെ അവർക്ക് ഭയം വരുത്തക്ക വിധത്തിൽ പെരുകിയെന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടായ ഫറവോന് പേടിയായി. അതുകൊണ്ടാണ് ഇവരെ പിന്നെ പറഞ്ഞു വിടുന്നതിൽ ഒരു വലിയ പ്രാധാന്യം, ഒരു പ്രത്യേക ഒരു പാട്ട് സെക്കൻഡ് ഫറോയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫറോൻ്റെ പോലും പേടിക്കത്തക്ക വിധത്തിൽ തൻ്റെ ജനത വലുതായെങ്കിൽ നമ്മുടെ ജനതകൾ, നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വളർന്ന് പുഷ്ടിയായിട്ട് നിൽക്കേണ്ടിയപ്പോൾ അവർ വല്ലവൻ്റെയും വയലിൽ കിടന്ന് ജോലി ചെയ്തിട്ട് വല്ല ആവശ്യമുണ്ട് ഇല്ല. തിരിച്ചു വരട്ടെ, തിരിച്ചു കൊണ്ടുവരുന്ന ആ ആട്ടിൻകൂട്ടത്തെ നയിക്കാൻ യഹോവയ്ക്ക് അല്ലാതെ ആർക്കും അറിയത്തില്ല. നല്ല ഇടയൻ്റെ ശബ്ദം അവർ കേൾക്കും. എങ്ങനെ ഉറക്കത്തിൽ കിടന്നാലും മയങ്ങിക്കിടന്നാലും സുബോധയില്ലേലും ദൈവം വിളിക്കുമ്പോൾ അവർ കേൾക്കും. ഇല്ലേ, പത്രോസ് ജയിലിൽ കിടന്ന സമയത്ത് പത്രോസ് സുഖമായിട്ട് ഉറങ്ങിയെന്ന്. പത്രോസിനെ രാത്രിയിൽ ചങ്ങലയിൽ കിടക്കുന്ന പത്രോസിൻ്റെ മുമ്പിൽ ദൈവദൂതൻ വന്നിട്ട് ചങ്ങല അടിച്ചു മാറ്റി, ഇതൊന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ചങ്ങല മാറ്റി പത്രോസിനെ കൊണ്ട് വസ്ത്രം ഇടിയിപ്പിച്ച് ചെരുപ്പ് ഇടിയിപ്പിച്ച് ധരിച്ച് ജയിലിൻ്റെ 2 വാതിലും തുറന്നിട്ട് അവനെ പുറത്തു കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിലേക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കലേക്ക് വിടുവാൻ തക്കവണ്ണം പട്ടണത്തിൻ്റെ വാതിൽക്കൽ വന്ന് വാതിൽ വരെ തുറക്കുന്നിടം വരെ മാലാഖ കൂടെ നിന്ന്, ദൈവത്തിൻ്റെ ദൂതൻ കൂടെ നിന്നു. അങ്ങനെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ട് എങ്കിൽ സാബേ നീ മതിയായവനാണ് എന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം ഇതിൻ്റെ കൂടെ ഒരു ബലം വരട്ടെ. അപ്പം നമ്മൾ ഇടയശ്രേഷ്ഠനെ കുറിച്ച് പറയുമ്പം നല്ല ഇടയനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ജീവനെ കൊടുക്കുന്നവന്. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ തടസ്സങ്ങൾ മുമ്പിലുള്ളതിനെ എല്ലാത്തിനെയും മാറ്റിയിട്ട് നമുക്ക് വേണ്ടി പുതുവഴി വെട്ടി തുറക്കും. 99 ആടിനെ അവിടെ ഒരു സ്ഥലത്താക്കി വെച്ചേച്ച് 100ാമതായി ഒരാടിനെ അന്വേഷിച്ച് ഇറങ്ങി വന്ന് അത് മുള്ളും പറക്കാരെയും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിടന്ന ആടിനെ പോലും പൊക്കിയെടുത്ത് മാർവോട് കൊണ്ടുവരുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ശക്തി ഇതോടുകൂടെ കടന്നു വരട്ടെ. അപ്പം ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതിനാൽ എന്തെല്ലാം കാര്യങ്ങൾ, 5 കാര്യങ്ങളാണ് ജോസഫിന് കിട്ടിയിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജോസഫിനെ കൃതാർത്ഥനായി, അതായത് യഹോവ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജോസഫ് കൃതാർത്ഥനായി. അത് അവൻ ചെല്ലുന്നിടത്തെല്ലാം അവനൊരു സമാധാനമാണ്.
എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ പോയിട്ടും അവൻ്റെ സ്ഥിരമാനസ്, അതായത് സ്ഥിരത അവൻ്റേത് മാറിയിട്ടില്ല. അവൻ ഉറപ്പോടെ നിന്ന് കാരാഗ്രഹത്തിൽ. പക്ഷെ നമ്മൾ ആദ്യ ഭാഗത്ത് സഹോദരന്മാർ അവനെ കൊണ്ട് പൊട്ടക്കണമ്പോൾ അവൻ വല്ലാതെ കരയുന്നുണ്ട്. പക്ഷെ അവിടുന്ന് രക്ഷിച്ചു കഴിഞ്ഞിട്ട് ദൈവം എവിടെയെല്ലാം അവനെ കൊണ്ടുപോകുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ, അവിടെയെല്ലാം അവന് വേണ്ടതായ തണലായിട്ട് ദൈവത്തിൻ്റെ ചിറക് നിന്നതിനാൽ ജോസഫ് ചൊല്ലുന്നിടത്ത് കൃതാർത്ഥനായി. അത് കഴിഞ്ഞിട്ടോ ജോസഫിൻ്റെ അവസാന കാലമായപ്പോൾ ഫറവോൻ പറയുന്നു, ഞാനല്ലാതെ വേറെ എൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥിതിയാണ്, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ പദവിയാണ് ജോസഫിന് കൊടുത്തത്. ജോസഫ് നിൽക്കുമ്പോൾ ഒരാളുടെ തല നിവർന്ന് നിൽക്കാൻ ഒക്കത്തില്ല. ജോസഫ് ഈ രഥത്തിൽ പോകുമ്പോൾ ആളുകൾ കമന്ന് നിന്നുകൊണ്ട് ജോസഫിനെ മാനിക്കത്തക്ക വിധത്തിൽ അവിടുത്തെ ഉയർച്ചയിലേക്ക് ദൈവമാക്കിയെങ്കിൽ, നല്ലവനായ ദൈവമാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് എങ്കിൽ നമ്മുടെ തലമുറകളെ ഉയർത്തേണ്ടിയപ്പോൾ അവൻ മാറ്റി വിളിക്കാൻ വിശ്വസ്തൻ തന്നെയാണ്. അതാണ് കൃതാർത്ഥനായി എന്ന് പറയുമ്പോൾ. പിന്നെ ജോസഫ് പിന്നെ ആലോചിച്ച സകല കാര്യങ്ങളും മിസ്രൈമിൽ, അതായത് ഈജിപ്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഫറവോൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ജനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയും കൃഷി ഇറക്കാനും കൃഷി വിളവെടുത്ത് വാങ്ങിച്ചു വെക്കാനും അത് കൂട്ടിവെക്കാനും അത് പിന്നെ ക്ഷാമകാലത്ത് അവർക്ക് വേണ്ടി കൊടുക്കാനും, അങ്ങനെ മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ മുഴുവനും ആ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ സ്ഥലങ്ങളും കന്നുകാലികളും എല്ലാം വാങ്ങിക്കൂട്ടി ഫറവോനെ ഏറ്റവും വലിയ റിച്ചാക്കി, ഏറ്റവും വലിയ സമ്പന്നനാക്കിയത് ജോസഫാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സഹായികൾ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്കും അവർക്കും സഹായമല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ കൊടുക്കുന്തോറും നശിക്കുകയല്ല, കൊടുക്കുന്തോറും വർദ്ധിക്കുക എന്ന് ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അപ്പം യഹോവ യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ കൃതാർത്ഥന്. 2, ജോസഫ് ചെയ്യുന്നതെല്ലാം സഫലമാക്കും. അല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ പറയാം, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു, ഇത് ചെയ്യേണ്ടി, അത് ചെയ്ത് ശരിയല്ലായിരുന്നു, ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഇവിടെ വചനത്തിൽ പറഞ്ഞു ജോസഫിനും അങ്ങനെ ചിന്തിക്കാൻ പല സാഹചര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ജോസഫ് ചെയ്യുന്നിടത്തെല്ലാം സഫലമായെന്നാണ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ ബലഹീനതകളെ ഒന്നും നോക്കുന്നില്ലെന്ന്. നമ്മളെ ഉറച്ചു നിന്നാൽ ജയിച്ച കൊടി നമ്മുടെ മേളിൽ ദൈവം വെച്ച് കഴിഞ്ഞിരിക്കുക. പിന്നെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? 3, അവൻ കാരാഗ്രഹ പ്രമാണിക്ക് അവൻ്റെ മേൽ ദയയും കൃപയും ഇട്ടുകൊടുത്തു. ശരിയാണ്, നമുക്ക് സാഹചര്യം മോശമാണ് എങ്കിൽ പോലും മറ്റുള്ളവരുടെ ദയ അല്ലെങ്കിൽ ഫേവറും കൃപയും നമ്മുടെ മേലേക്ക് വീഴുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കും. ജോസഫിന് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ദൈവം കൊടുത്തത്. ഹി വാസ് ദ ലീഡർ. കാരണം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പോലും അവിടെയുള്ള കാരാഗ്രഹ പ്രമാണി ജോസഫിനെയാണ് അവിടുത്തെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജയിലിൽ കിടക്കുന്ന ഈ കൊച്ചന് ഇങ്ങനെ എത്ര വലിയ, അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ഏത് ഭൂമിയിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ പെട്ടാലും അവിടെ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നമുക്കുറപ്പുണ്ട് എങ്കിൽ ശത്രുവിൻ്റെ ഒരു തന്ത്രവും ജയിക്കത്തില്ല. 5 പറയുന്നത് അവൻ്റെ കീഴിലുള്ള ഒന്നിനെയും കാരാഗ്രഹ പ്രമാണി നോക്കി പോലുമില്ല. കാരണം ജോസഫ് ചെയ്തെടുക്കുമെന്നുള്ള ഉറപ്പുള്ളതിനാൽ അതിൽ വിശ്വസിച്ചു എല്ലാം അവനെ ഏൽപ്പിക്കുകയാണ്. അതാണ് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇടയൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ സ്നേഹക്കൊടി കീഴിൽ ഇവരെ കൊണ്ടുവന്ന് നിർത്തണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ തീക്ഷ്ണമായിട്ട് വചനം അയക്കുകയാണ്, നമ്മുടെ തലമുറകളുടെ നന്മ കാണാൻ ഇതൊന്നും തെറ്റല്ല. കാരണം ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കാൻ സാധിക്കാത്തത് അമ്മയപ്പന്മാരെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവസ്നേഹത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സാധിക്കാത്ത, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തമായിട്ട് കാണിക്കാൻ ഒക്കത്തില്ലാത്ത സാഹചര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും, അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞത് നടക്കുന്നില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞത് വിശ്വസിച്ചിട്ട് വന്നിട്ട് നടന്നില്ല എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് ഫ്രസ്ട്രേഷൻ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാത്തപ്പം ഫ്രസ്ട്രേഷൻ വരും. ഇങ്ങനെയുള്ളൊക്കെ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ അടിയിൽ കൊണ്ടുവരണം. ഇടയനാകുന്ന ദൈവം ആ സ്നേഹം എന്ന് പറയുന്ന അനുഭവിച്ചറിയണം. ഈ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഞാൻ നേരത്തെ പാടിയിട്ടുള്ളതാണ്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം ബലിയായി തീരുന്നു
ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുർബാനയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പ്രയത്നിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സ്നേഹത്തിൻ്റെ പര്യായമാണെന്ന്. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട. അവസാനം ദൈവത്തിൻ്റെ വിജയമുണ്ട്. ദൈവം ജയം ഓൾറെഡി കണ്ടിട്ടാണ് ഈ പ്രശ്നം അയച്ചിരിക്കുന്നത് പോലും. അതുകൊണ്ട് പ്രശ്നത്തിൽ അലയുന്ന പലർക്കും ഇതൊരു വെളിച്ചമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ കൂടെ, പഴയ നിയമത്തിൽ യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജോസഫിനെ പലരും കാണുന്നത്. ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ കൂടെ ഇസ്രായേൽ ജനത മുഴുവനും രക്ഷപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെയൊക്കെ തലമുറകളിൽ ഒരു മകനെ കൊണ്ട്, ഒരു മകളെ കൊണ്ട് തലമുറകൾ മുഴുവനും രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ പല ഭവനങ്ങളിൽ ഞാൻ കാണുന്നുണ്ട് കർത്താവേ. ഒരാൾ ദൈവം തിരഞ്ഞെടുത്തുണ്ടെങ്കിൽ അവൻ ആ ദൈവശബ്ദം കേൾക്കാനും ദൈവ വിളിക്കനുസരിച്ച് ജീവിപ്പാനും തയ്യാറായാൽ ബാക്കിയുള്ളവർക്കും കൂടെ രക്ഷ കിട്ടും. ജോസഫ് ഒരാൾ ദൈവത്തോട് അവൻ്റെ വിളി കേട്ടനുസരിച്ച് ദൈവം അവനെ തിരഞ്ഞെടുത്ത പാതയിൽ കൊണ്ടുപോയപ്പോൾ വിശ്വസ്തത കാണിച്ചതിനാൽ അവൻ ജോസഫ് മൂലം ബാക്കിയുള്ള ഇസ്രായേലിലെ 70 പേർക്കാണ് അന്ന് പുതുജീവൻ കൊടുത്തത്. ആ 70 പേരിൽ നിന്ന് എത്രയോ സംഖ്യകളായിട്ട് പിന്നെ അവർ വളരുന്നു. പക്ഷേ അതുപോലെ ഞങ്ങളുടെ തലമുറയുടെ ദൈവം, ഞങ്ങളുടെ അടുത്ത തലമുറകളോട് കരുണ തോന്നുന്ന ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരോട് കരുണ കാണിച്ച ദൈവം നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് നിൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തെ ഒഴുക്കി കൊടുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഇടയനായിട്ട് കൂടെ നിന്ന് സ്നേഹത്തോടെ ആടുകളെ പരിപാലിച്ച് ഒരൊറ്റ ആടുപോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തന്നെ താനെ സമർപ്പിക്കുന്നു. അതാ നിൻ്റെ വിശുദ്ധ സ്നേഹം എന്ന് ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ തലമുറകളെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിർത്തിക്കൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ അവരെ പരിശീലിപ്പിച്ച് ജോസഫിനെ പോലെ ഉയർത്തുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പക്ഷേ ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി, അത് മതിലിന്മേൽ പടരുക. പക്ഷേ അത് കർത്താവെ, വില്ലാളികൾ അവനെതിരായിട്ട് നിന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവൻ ഉറപ്പോടെ നിന്ന് കർത്താവെ, മുകളിൽ ആകാശത്തിൻ്റെയും താഴെ വെള്ളത്തിൻ്റെയും ഭൂമിയുടെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും സകലവിധ അനുഗ്രഹങ്ങളാലും എൻ്റെ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളാൽ ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ശാശ്വതമായ ഭുജം അവരുടെ മേൽ വെച്ചിട്ട് ആകാശത്തിൻ്റെ കീഴിലും ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും നീ അവർക്ക് കൊടുത്ത് ജനകന്മാരുടെ അതേ സഹോദരന്മാരുടെ മുമ്പിൽ അവരെ നീ മാനിപ്പിക്കുന്ന ദൈവമാക്കി മാറ്റിയിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ശത്രുക്കളില്ലാതെ ആകുകയല്ല, ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം. അതേ കർത്താവേ, നീ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം, നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും പിന്തുടരുന്ന ഒരു ദൈവം. അതെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് പറയുവാൻ ഞങ്ങളുടെ തലമുറകളോടും ഞങ്ങളോടും കരുണ തോന്നിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇടയ ശ്രേഷ്ഠനെ ഞങ്ങൾ നേരിട്ട് കണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.